ഈ സീസണിലും യോഗയിൽ അമ്മിണിയെ പായങ്ങ് മടക്കിക്കോളൂ എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് കളിച്ചു. ഇന്നും നന്നായിട്ട് കളിച്ചു. പക്ഷേ തോൽക്കാനായിരുന്നു വിധി. ബംഗളൂരുവിനെതിരെ നന്നായിട്ട് കളിച്ചു. ഇന്നത്തെ മത്സരത്തിൽ ആദ്യം 2 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് എക്കോകാരലിസിലൂടെ വഴങ്ങി. പക്ഷേ നമ്മുടെ ഹെസിസ് ജിമിനിസിന്റെ മാരകമായിട്ടുള്ള ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെ നമ്മൾ തിരിച്ചടിച്ചു. അതിനുശേഷം ക്വാമി പെപ്രയുടെ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ഹെഡർ ഗോളിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. കളി സമനിലയിലേക്ക് കൊണ്ടുവന്നു. മറ്റൊരു തിരിച്ചുവരവിന്റെ പടച്ചതമ്പുരാന്മാരാകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ടം കാണാൻ നമ്മൾ കാത്തിരുന്നു. പക്ഷേ കാമി പെപ്ര ഒരു നിമിഷത്തെ ആവേശത്തിൽ ജേഴ്സി വലിച്ചൂരിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ചുവപ്പ് കാർഡ് കണ്ട് കാമി പെപ്ര പുറത്തായതോടുകൂടി 10 പേരായി ചുരുങ്ങേണ്ട അവസ്ഥ വന്നു. ഈ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് വളരെ മനോഹരമായിട്ട് തന്നെ മുംബൈ സിറ്റി യൂട്ടിലൈസ് ചെയ്തു. അവർ പിന്നെ നമ്മുടെ നഥാനിലൂടെ മറ്റൊരു ഗോളും കൂടി നേടി. പിന്നെ ലാലിയൻ സോല ചാങ്തയുടെ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കും കൂടി അവർ കൺവേർട്ട് ചെയ്ത് 4 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ മുംബൈയുടെ നീല ട്രെയിൻ ഇടിച്ച് കൊമ്പന്മാർ ചരിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ നന്നായിട്ട് കളിച്ചു, ഇല്ലാന്നൊന്നും പറയുന്നില്ല. സോംകുമാർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവ സിംഗ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. കാമി പെപ്രെ മരിച്ചു കളഞ്ഞു. അഡ്രിയാൻ ലൂണ ഫോമിലേക്ക് മടങ്ങി വരുവിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ പഴയ ലൂണയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പരിക്കിൽ നിന്നും പൂർണ്ണമായിട്ടും റിക്കവറായി ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ദുശങ്കകളിൽ നിന്നും ലൂണ ഇതുവരെയും മുക്തനായിട്ടില്ല. ലൂണ ഒരു പഴയ ഫോമിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോവാസുകളുടെ ഒരു വിടവ് നമ്മൾ നല്ല രീതിയിൽ അനുഭവിച്ചു. പ്രീതം കോട്ടാൽ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് ഡിഫൻസീവ് ഡ്യൂട്ടി ചെയ്തു. ചില പിഴവുകൾ വരുത്തിയെങ്കിൽ പോലും ഹോർമിപ്പാർ റീവ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഡാനിഷ് ഫറൂഖ് കുറച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കാർഡ് കണ്ടു. പിന്നെ കോറോ സിംഗ് നന്നായിട്ട് കളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ഭേദപ്പെട്ട പ്രകടനം നടത്തിയെന്ന് പറയാം. മൊത്തത്തിൽ പറയാനാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നനച്ച വണ്ടി കടച്ച വണ്ടി നനച്ച വണ്ടി എന്തോ ഉണ്ണിക്കണ്ണം പറയുന്ന പോലെ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ അത്ര അനുകൂലമായിരുന്നില്ല ഇന്ന്.